വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അടുക്കള കണ്ടേക്കാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഫാമിലി അടിമോള് ചേച്ചി എല്ലാവരും ഉണ്ട്. ആരടി ഞങ്ങളിവിടെ അവളിപ്പോ നല്ല മൂഡിലല്ല. അപ്പൊ ഞങ്ങള് കുറച്ച് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള ഏരിയയാണിത്. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. എമ്മറ്റാണെങ്കിൽ അമ്മൂസിൻ്റെ താഴെ പോയിട്ടില്ല, എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. ഞങ്ങളുടെ പ്ലേസ് ഇതാണ്. എല്ലാം വിറകെല്ലാം വെച്ച് സെറ്റ് ചെയ്യുവാണ് എല്ലാവരും. അടുപ്പ് കത്തിക്കാനുള്ള പ്ലാനാണ്. പിന്നെ ഞങ്ങളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. ഓൾറെഡി ചിക്കൻ ഞങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകി ബാക്കി ഇതെല്ലാം ആഡ് ചെയ്തു, മസാലകളൊക്കെ ചേർത്ത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ വെറുതെ ഷോയ്ക്ക് നിൽക്കുന്ന കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തൊന്നുമില്ല. കട്ട് ചെയ്യാൻ പോയി, പക്ഷെ ഒന്നും ചെയ്തൊന്നുമില്ല. നമുക്ക് കംഫർട്ടായിട്ടേ അവിടെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം ഇല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോണേ, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടോ, ഞങ്ങളെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് അടിച്ച് പൊളിച്ച് ഇരിക്കുകയാണ്. ഞങ്ങളപ്പം അവരവിടെ ചിക്കൻ അടുപ്പത്ത് വെച്ചേക്കാണ്. അത് ഞങ്ങളെല്ലാവരും ഞങ്ങൾ 4 പേര് നൈസായിട്ട് അവിടെ നിന്ന് നല്ല ബ്രെഡ് വാങ്ങിക്കാൻ ഇറങ്ങിയിട്ടാണ്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഒരു ജീവി, വഴിയിലൊരു ജീവി. ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ വാങ്ങിക്കുന്നതിന് 30 രൂപ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ലൈറ്റായിട്ട്. അപ്പം നമ്മുടെ പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഷോപ്പുണ്ട്. ഫലൂഡ, ഷേക്ക്, ഐസ്ക്രീംസ്, അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. സ്നാക്സ് ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മൾ എന്ത് കഴിച്ചാലും 49 റുപ്പീസേ ഉള്ളൂ. കണ്ടോ, 49 റുപ്പീസ്. ഞങ്ങൾ ഫലൂഡ വാങ്ങി, ഏഞ്ചൽ മാംഗോ വാങ്ങി, അനുമോള് അവൾ ഏതാ വാങ്ങി, അവൾ മിക്സഡാണ് വാങ്ങിയത്. പിന്നെ ഞാൻ ചോക്ലേറ്റ് വാങ്ങി, അമ്മൂസ് ഐസ്ക്രീം സ്കൂപ്പ് വാങ്ങിയത്. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ എന്തോ വാങ്ങിച്ചേ, അവിടെ നിന്ന് മോമോസൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് അമ്മൂസ് അവിടെ നിന്നൊരു റീലൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ചിക്കൻ ഏകദേശം ഒരു ഹാഫ് കുക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുമായിരുന്നു. നല്ല ടൈം എടുത്തു അതൊന്ന് കുക്കായി വരാനായിട്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്, കട്ട വെയിറ്റിങ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളുടെ കസിൻസിനെയൊക്കെ ഉണ്ടായിരുന്നു. ടിസ്റ്റിനെയും അമ്മൂസിനെയൊക്കെ കണ്ടായിരുന്നു, ചാണ്ടി, അവരെല്ലാം കണ്ടു. അവർ ഓൾറെഡി 5 മണിക്ക് എത്തിയായിരുന്നു കേട്ടോ. ഞങ്ങൾ 5 മണിക്ക് 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ ഉള്ളായിരുന്നു. അപ്പം അവൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കലേന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ
അങ്ങനത്തെ വീഡിയോസേ എടുക്കുകയുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ കറി ഓൾറെഡി വെന്തായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി. അത് കഴിഞ്ഞ് ഞാൻ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു ഇതിലാണ്. പക്ഷെ അവിടെ നിറച്ച് പുകയായതുകൊണ്ട് അടുത്തേക്ക് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അത് തുറന്നു. കുറച്ചുകൂടെ ആവാനുണ്ടായിരുന്നു. അപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എവിടെ പോയാലും ഇരിക്കാൻ പറ്റുന്നില്ല, പുക വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഞാനാണെങ്കിൽ അതിൻ്റെ ചുറ്റും വലം വയ്ക്കുമായിരുന്നു, എവിടെ ഇരുന്നാലാണൊന്ന് കംഫർട്ടായിട്ട് ഒന്ന് ഇളക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് തീയും കൂടെ ആൾ കത്തി. ഇത്രയേ ഉള്ളൂ. പിന്നെ മഴ പെയ്തു കേട്ടോ. കുറച്ച് പേര് പുറത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടായി. ഇത് കണ്ടോ, ലൈവായിട്ട് കോഴീനെ അറുത്തറുത്ത് കൊല്ലുന്നു. നിരപരാധിയായ കോഴികൾ. അങ്ങനെ ഞങ്ങളുടെ കറി വെന്തു ഗൈസ്. ചിക്കൻ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മൈ ഗോഡ്, അമ്മൂസ് ചിക്കൻ എങ്ങനെയുണ്ട്? മോളമ്മ ചിക്കൻ കറി എങ്ങനെയുണ്ട്? അപ്പാ ചിക്കൻ കറി എങ്ങനെയുണ്ട്? സൂപ്പർ. അവസാനം ഞാനും ടേസ്റ്റ് ചെയ്തു. ചിക്കനും ചോറുമാണ് ഞാൻ കഴിച്ചേ. അടിപൊളിയായിരുന്നു. നമുക്ക് നാടൻ കോഴിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ആരും കൊതിയിടരുത്. അത് കഴിഞ്ഞ് ചേട്ടൻ ചിക്കനും കഴിക്കില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ചേട്ടന് ദോശയും ഒരു ഓംലേറ്റും ഒരു കോഫിയൊക്കെ കുടിച്ചു. ഞാനപ്പോൾ ലൈറ്റായിട്ടൊരു സർബത്ത് കുടിച്ചു. ഒരു കമ്പനി കൊടുക്കണമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ കൊച്ചു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.